നമസ്കാരം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ മലക്കം മറിയുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആചാര സംരക്ഷണത്തോടൊപ്പം നിൽക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. നേരത്തെ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള അഫിഡവിറ്റ് അത് മാറ്റിക്കൊടുക്കാൻ തീരുമാനിക്കുകയാണ് സർക്കാർ. അതായത് സർക്കാർ ആചാര സംരക്ഷണത്തിന് അനുകൂലമായ നിലപാട് കോടതിയിൽ എടുക്കാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനം ഇന്ന് ചേരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് സൂചന. സനോജ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഈ മലക്കം മറിച്ചിൽ. എന്തൊക്കെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളായിരിക്കാം? അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഇത് നേട്ടമാകുമോ കോട്ടമാകുമോ? അല്ല, നേട്ടമാകുമോ എന്നുള്ള കാര്യത്തിൽ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത് LDF അവരുടെ മങ്ങിയ ഒരു പ്രതിച്ഛായ, മങ്ങലേറ്റ ഒരു പ്രതിച്ഛായ തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാര്യം നമുക്കറിയാം, 2018 യുവതീ പ്രവേശന വിധി വന്നതിനെ തുടർന്ന് ഒരു നവോത്ഥാന നായകനാകാൻ സ്വയം ഇറങ്ങി പുറപ്പെട്ട ആളാണ് പിണറായി വിജയൻ. ഈ വിശ്വാസികളുടെ മുഴുവൻ വിശ്വാസങ്ങളെയും അവരുടെ പ്രാർത്ഥനകളെയും ഒക്കെ ധ്വംസിച്ചുകൊണ്ട്, അവരെ എതിർത്തുകൊണ്ട്, പോലീസിനെ ഉപയോഗിച്ച്, നിയമത്തെ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള കടന്നുകയറ്റം ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ അവിടെ ശ്രമം നടത്തിയത്. വിശ്വാസികൾ ഒന്നടങ്കം നിന്നുകൊണ്ടൊരു പ്രതിരോധ കോട്ട തീർത്തപ്പോൾ ആ ആചാരത്തെ എന്ത് വന്നും തച്ചുടയ്ക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ ഇരുട്ടിൻ്റെ മറവിൽ ആരും അറിയാതെ ബിന്ദു അമ്മണിയെയും കനകദുർഗയും അവിടെ കയറ്റിക്കൊണ്ട് ആചാരത്തെ ലംഘിച്ചതും ഇതേ സർക്കാർ തന്നെയാണ്, ഇതേ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മലക്കം മറച്ചിൽ കൊണ്ട് അത്ര പെട്ടെന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും മറക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാൻ. കാര്യം ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, ഒരാളിനെ കൊന്നിട്ട് മാപ്പ് പറയുന്നത് പോലെയുള്ള സംഭവമാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്, ഇല്ലേ? അറിയാതെ പറ്റിയ തെറ്റല്ല, അറിഞ്ഞുകൊണ്ട് വേണമെന്ന് വെച്ച് ബോധപൂർവം ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ അത് വിശ്വാസികളുടെ മനസ്സിലൊരു കരടായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ 2018 അന്ന് ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് 2019 ലോക്സഭാ ഇലക്ഷന് അതിൻ്റെ ഒരു രുചി, ഒരു കൈപ്പേറിയ രുചി എന്തെന്ന് LDF തൊട്ടറിഞ്ഞതാണ്. അന്ന് വെറും ഒരു സീറ്റിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു LDFന്. പിന്നീടാണ് ഈ കോവിഡ് വരികയും കിറ്റ് വരികയും ഒക്കെ ചെയ്തപ്പോഴാണ് നിയമസഭയിൽ 2ാം അംഗത്തിൽ ജയിച്ച് കയറിക്കൊണ്ട് ആ ഒരു പ്രതിച്ഛായ അവർ തിരിച്ചു പിടിച്ചത്. അതുവരെയും അതിനൊരു മങ്ങലായിട്ടിരുന്നു. കാര്യം അന്ന് സഖാക്കന്മാർ വീട് കയറി പ്രചരണം നടത്തിയിരുന്നു. വീട്ടിലുള്ള സ്ത്രീകൾ കുറ്റിച്ചൂലെടുത്ത് ആട്ടി ഓടിച്ചതൊക്കെ വാർത്തയായിരുന്നു. അതൊന്നും അത്ര പെട്ടെന്ന് ജനങ്ങൾ മറക്കില്ല എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ കരുതാൻ. പക്ഷേ എന്തായാലും ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ട്രാപ്പായിപ്പോയി ഈ ഒരു സംഭവം. കാര്യം കോടതി വളരെ കർശനമായി തന്നെ പറയുന്നു, ഈ 14-ാം തീയതി അത് സംബന്ധിച്ച ഒരു പുതിയ സത്യവാങ്മൂലം എന്തായാലും അത് കോടതിയിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ ഒരു ഇപ്പോൾ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുന്നത്. മാത്രമല്ല പാർട്ടിയും ഒന്ന് അയഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ഒരു സമയം നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം ഈ രണ്ട് വശങ്ങളും ഇവർക്ക് ഒരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒന്ന്, സർക്കാർ തലത്തിൽ മന്ത്രിസഭയിൽ ഒരു തീരുമാനം ഉണ്ടാകണം. മറുവശത്ത് ഇനി മന്ത്രിസഭ അംഗീകരിച്ചാലും പാർട്ടി നിലപാട് എന്താണെന്നുകൂടി ഈ സമയത്ത് വളരെ പ്രസക്തമേറിയ കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ പാർട്ടിയും അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. വലിയ രീതിയിൽ അവർ ഒരു അയവ് ഈ ഒരു സംഭവത്തിലുണ്ടായിരിക്കുന്നു. ആചാര സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് ഇപ്പോൾ ഇവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. ഇനിയിപ്പോൾ ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മാനിഫെസ്റ്റോ പുറത്തിറങ്ങുമ്പോൾ ഇവർ ഉയർത്തിക്കാട്ടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവും ഇതായിരിക്കും. ആചാര സംരക്ഷണത്തിന് വേണ്ടി, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ട ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ തിരുത്തി വായിക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തിരുത്തെഴുത്ത് ഇപ്പോൾ പെട്ടെന്ന് നടത്തിയിരിക്കുന്നത്. പക്ഷേ എത്രയൊക്കെ തിരുത്തി എഴുതിയാലും ഈ ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. അത്തരത്തിൽ ഈ തിരുത്തി എഴുതിയ തിരുത്ത് എന്താണെന്നുള്ളത് മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കില്ല എന്ന് വേണം കരുതാൻ. കുമാർ, ഈ ഭരണഘടനയാണ് വലുത്, ഈ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊന്നുമല്ല. ആചാരങ്ങൾ മാറ്റപ്പെടേണ്ടതാണ്. മാത്രമല്ല 4 വോട്ടിന് വേണ്ടി നിലപാട് മറക്കുന്നവരല്ല ഞങ്ങൾ. ഇതൊക്കെ ആ 2018 സഖാക്കൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഉയർത്തിയ മുദ്രാവാക്യങ്ങളാണ്. നവോത്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണെന്ന്. അതിൽ നിന്നെല്ലാം ഇങ്ങനെ മാറുകയാണോ? സത്യത്തിൽ ഹിന്ദു വോട്ട് എത്രമാത്രം ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തിയാലും CPIMന് ഹിന്ദു വോട്ട് മുഖ്യം ആണ് എന്ന ഒരു പ്രഖ്യാപനമാണോ? തീർച്ചയായിട്ടും ഹിന്ദു വോട്ട് ഒഴിച്ചു നിർത്തി CPMന് കേരളത്തിൽ ജയിച്ചു കയറാനാകില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു ധാരണ തന്നെയാണ് ഇവർ ഇപ്പോൾ ഇത്തരത്തിലൊരു തിരുത്തിന് ശ്രമിച്ചിരിക്കുന്നത്. മാത്രമല്ല, കുമാർ ഇപ്പോൾ പറഞ്ഞതുപോലെ അന്ന് നിയമത്തിൻ്റെ ഒരു നിയമത്തിൻ്റെ സഹായത്തോടു കൂടി ഇവരുടേതായ ചില ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അന്ന് ഇവർ ചെയ്തത് വെറുതെ നിയമം നടപ്പിലാക്കാനുള്ള ഒരു ശുദ്ധത മാത്രമല്ല അതിനകത്തുണ്ടായിരുന്നത്.
പോലീസിനെ ഉപയോഗിച്ച് ഭക്തരെ വലിയ രീതിയിൽ നേരിടുന്നതും, അതുമാത്രമല്ല കൊച്ചുകുട്ടികളടക്കം അന്ന് ശബരിമലയിൽ അനുഭവിച്ച യാതനകളൊക്കെ ഇപ്പോഴും ഭക്തരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇല്ലേ? ഒരുപക്ഷെ ആ 2018 ആ സംഭവങ്ങൾ കഴിഞ്ഞ് 2019 തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മണ്ഡലം ഏതായാലും ഇക്കഴിഞ്ഞ മണ്ഡലകാലം മറക്കരുതെന്നുള്ളൊരു ആപ്തവാക്യവുമായിട്ടാണ് അന്ന് BJP ഒക്കെ പ്രചരണത്തിന് ഇറങ്ങിയത്. പക്ഷേ അത് ഒരു പരിധിവരെ ഫലം കണ്ടു. പക്ഷേ BJPക്ക് അത് വലിയ ഗുണം ചെയ്തില്ലെങ്കിലും UDFന് അത് വലിയ നേട്ടമുണ്ടാക്കി. പക്ഷേ മറുവശത്ത് LDF തകർന്നടിഞ്ഞു. ഒരു സീറ്റ് എന്നുള്ള നിലയിലേക്ക് LDF അന്ന് ഒതുങ്ങേണ്ടി വന്നു. ഈ ഒരു ഭയം CPMനെ അന്ന് തൊട്ട് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കാര്യം വിശ്വാസികളെ തൊട്ട് കളിച്ചാൽ എന്താകും എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ മറുപടിയാണെന്ന് അവർക്ക് ലഭിച്ചത്. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് പിണറായി വിജയന് ചാർത്തിക്കൊടുത്ത പല പേരുകളും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമൂഹത്തിൽ ചാർത്തിയ ചില വിളിപ്പേരുകൾ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കിയായിരുന്നു. ഇന്നും ശബരിമല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു എവിടെയോ ഒരു ആളിക്കത്തലുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് ഈ അയ്യപ്പ സംഗമം പോലുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ അവിടെ നടത്താൻ നോക്കിയത്. പക്ഷേ അതൊക്കെയും വീണ്ടും വിപരീതമായി വന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്തായാലും ഈ 3ാം വട്ടം തിരഞ്ഞെടുപ്പ് ജയിച്ച് കയറണമെങ്കിൽ CPMന് കൃത്യമായിട്ടറിയാം ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ട് മാത്രം പോരാ, ഹിന്ദു വോട്ടുകൾ ഏറ്റവും പരമപ്രധാനമാണ്, പരമമുഖ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ രീതിയിൽ എന്തെങ്കിലും ഈ അയ്യപ്പ സംഗമം കൂടി ഫെയിലിയറായ സ്ഥിതിക്ക് വലിയ രീതിയിൽ ഈ വിഷയങ്ങൾ വീണ്ടും ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു വശത്ത് നിൽക്കുകയാണ്. സർക്കാരിൻ്റെ ഒരു സമ്മർദ്ദം ഉപയോഗിച്ച് അന്വേഷണം പോലും മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇല്ലേ? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണം പോലും എങ്ങും എത്താതെ, അതും നമ്മൾ ആലോചിക്കണം, കോടതിയുടെ ഡയറക്റ്റ് അന്വേഷണത്തിൽ നടത്തുന്ന ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തെ പോലും സർക്കാർ ഇടപെട്ടുകൊണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രധാന പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്ന കടകംപള്ളി സുരേന്ദ്രനും PS പ്രശാന്തനും രണ്ടുപേരും പാർട്ടിയുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉള്ള ആൾക്കാരാണ്. ഇവർ രണ്ടുപേരും പോലീസിന് ഇതുവരെയും അല്ലെങ്കിൽ SITക്ക് ഇതുവരെയും ചോദ്യം ചെയ്തു എന്ന് പറയപ്പെടുന്നു, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്ത രീതിയിൽ ഇപ്പോൾ വാസുവിനെയും പത്മകുമാറിനെയും ഒക്കെ കയ്യാമം വെച്ച് കൊണ്ടുപോയതുപോലെ ഒന്നും അവരെ അടുത്തേക്ക് പോലും ചെല്ലാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് കൃത്യമായി സർക്കാർ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ ഒരു സുരക്ഷാ വലയം അവർക്ക് ഉണ്ട് ഈ കാര്യത്തിൽ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഫ്രീസറിൽ വച്ചിരിക്കുകയാണ്. ചില വെളിപ്പെടുത്തലുകൾ ഇന്നലെ വന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷേ അതൊന്നും ആ അന്വേഷണങ്ങളൊന്നും മുന്നോട്ട് പോകാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കോടതിയും ഇപ്പോൾ ഈ വിഷയത്തിൽ അധികമൊന്നും സംസാരിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. എന്തായാലും അത് മറ്റൊരു വിഷയമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ സർക്കാർ അവരുടെ പ്രതിച്ഛായ തിരിച്ചുപിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മലക്കം മറിച്ചിൽ നടന്നിരിക്കുന്നതെന്ന് കേരളത്തിലുള്ള അരിയാഹാരം കഴിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ സർക്കാർ ഇത്തരത്തിൽ ഒരു കപടനാടകം കഴിച്ചുകൊണ്ട് ഇലക്ഷനെ സമീപിക്കുമ്പോൾ അത് വിശ്വാസികൾ എങ്ങനെയാണ് സർക്കാരിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സഹായിക്കാൻ പോകുന്നതോ കാത്തിരുന്ന് കാണേണ്ടി വരും. കുമാറേ, യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നവോത്ഥാനം മതിയാക്കി ഈ ശബരീശൻ്റെ പാതയിലൂടെയൊന്നും വരുന്നതല്ല എന്ന് കേരളീയർക്ക് മനസ്സിലാകും. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിലോ ഈ പറയുന്ന കുമാർ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോടതി വേറെ എന്തെങ്കിലും ഒരു കോൺടസ്റ്റിൽ ഇത് ഒന്നുകൂടി ഒരു സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞാൽ സർക്കാർ ഇതേ സത്യവാങ്മൂലം തന്നെ കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അത് അപ്പോഴും ഈ ഒരു പാതയിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നു എന്ന് എന്ത് രീതിയിലാണ് ജനങ്ങൾക്ക് സർക്കാരിനൊരു വാഗ്ദാനം നൽകാൻ കഴിയുന്നത്? ഇനി ഒരിക്കലും ഇപ്പോൾ പറയുന്നതിൽ നിന്നും ഒരിക്കലും മാറ്റിപ്പറയില്ല, നാളെ ഈ ഒരു വാക്ക് മാറ്റില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? തീർച്ചയായിട്ടും ഈ ഹിന്ദു ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഒരു ഹിന്ദു ഐക്യത്തിൻ്റെ യഥാർത്ഥ ആവശ്യം അത് ഊന്നിപ്പറയുന്ന ഒരു ഉദാഹരണം കൂടിയാണ് ഇത്, അല്ലേ? അത് തീർച്ചയായിട്ടും. കാര്യം ഹിന്ദു ഐക്യം എന്താണെന്ന് പിണറായി വിജയൻ തൊട്ടറിഞ്ഞ നാളുകളായിരുന്നു അത്. ഈ ശബരിമലയിൽ എന്ന് തൊട്ട് കളിച്ചപ്പോഴൊക്കെയും ആദ്യത്തെ തവണ അല്ല, ഇപ്പോൾ രണ്ടാമത് അയ്യപ്പ സംഘവുമായി ഇറങ്ങി അതിന് ബദലായ ഒരു വിശ്വാസ സംരക്ഷണം പന്തളത്ത് നടന്നു. ഇതിലൊക്കെ അദ്ദേഹം നേരിട്ട് കണ്ടറിഞ്ഞതാണ് വിശ്വാസികളുടെ ശക്തി എന്താണ്, ഹൈന്ദവരുടെ ശക്തി എന്താണെന്ന്. അങ്ങനെ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമേ ഹൈന്ദവർ ഇങ്ങനെ ഒന്നിച്ചു നിന്ന് അദ്ദേഹത്തെ എതിർത്തിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഹൈന്ദവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു വിശ്വാസ്യത പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മലക്കം മറിച്ചിൽ, സത്യം പറഞ്ഞാൽ ഭക്തരുടെയും അയ്യൻ്റെയും കാൽക്കൽ വീണിരിക്കുകയാണ് പിണറായി എന്ന് വേണം ഈ ഒരു അവസരത്തിൽ നമ്മൾക്ക് പറയേണ്ടത്. എന്തായാലും സർക്കാർ നിലപാട് മാറ്റിയിരിക്കുന്നു. പക്ഷേ ഈ നിലപാട് മാറ്റം ആത്മാർത്ഥത ഉള്ളതാണോ അല്ലയോ, അതാണ് ഇനി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനം പരിശോധിക്കുക. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.